പ്പെടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതവേള കൂടെ തന്നതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ മാസം ജൂലൈ 2-ാമത്തെ ദിവസം വ്യാഴാഴ്ച നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ഒരവസരം കൂടെ ഒരുക്കിയല്ലോ. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ആമേൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന, ആ മീറ്റിംഗ് ഷെയർ ചെയ്യുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം ധ്യാനിപ്പാൻ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം, ആമേൻ, അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് മാത്രം വായിച്ച് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. യഹോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ട്. ഇവിടെ നമ്മൾ വായിച്ചത് യഹോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ട്. പ്രവാചകനായിരിക്കുന്ന യെശയ്യാപ്രവാചകൻ തൻ്റെ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി ദൈവം തൻ്റെ സഭയ്ക്കു വേണ്ടി ഹോരശായിരിക്കുന്ന തൻ്റെ അഭിഷിക്തനെ കർത്താവ് വിളിച്ചു വേർതിരിച്ച് കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന്, ആമേൻ, അവൻ അനുസരണവും ദൈവത്തിൻ്റെ കരുതലും പ്രാപിച്ച്, ആമേൻ, ദൈവത്തിൻ്റെ വാഴ്ത്തത്വങ്ങളെ മുറുകെ പിടിച്ച് ദൈവം തന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന കാര്യാദികൾ ചെയ്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ ഇടയനായി ഹോരശിനെ ദൈവം വിളിച്ചതാണ്. എന്നാൽ 24-ാമത്തെ അധ്യായത്തിലെ ആ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 24-ാമത്തെ വാക്യം പറയുന്നത് യഹോവയിൽ മാത്രം നീതിയും ബലവുമുണ്ട്. ഹോരശ് നല്ലവണ്ണം അനുഭവിച്ചതാണ് കർത്താവിൻ്റെ ആ സാന്നിധ്യം. യഹോവയിൽ ഇസ്രായേൽ സന്തതിയെല്ലാം നീതീകരിക്കപ്പെട്ടും ബലപ്പെട്ടും ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറഞ്ഞ് കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി മുൻപിലോട്ട് ചുവടുവയ്ക്കുമ്പോൾ ദൈവമില്ല എന്ന് വേറെ ചിലർ പറയുന്നു. ദൈവം അങ്ങനെ ഒരു ശക്തി ഈ ഭൂമിയിൽ ഇല്ല എന്നും മനുഷ്യനെ പറഞ്ഞ് പറ്റിക്കുകയാണെന്നൊക്കെ വേദപുസ്തകത്തിനകത്ത് വെല്ലുവിളി മുഴക്കിയ ഒത്തിരി പേരുണ്ട്. ഫറവോൻ മുതൽ നീറോ ചക്രവർത്തി മുതൽ ഒത്തിരി പേര് ആമേൻ ഉയർത്തിപ്പിടിച്ചത്. പക്ഷേ അവിടെ എല്ലാം ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു കേട്ടോ. ആമേൻ. നമുക്കറിയാം, ഇവിടെ ഹോരശ് പറയുകയാണ് യഹോവയിൽ മാത്രം നീതി. ഒരു നീതിക്ക് വേണ്ടിയും ഒരു ബലമുള്ള കരത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആരുടൊക്കെയോ ദൈവം ഇന്ന് പകൽക്കാലം ദൈവശബ്ദം അതിശക്തമായി വിളിച്ചു പറയുന്നു. ആമേൻ. ഇത് ജീവിതത്തിനകത്ത് അടയപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സകല അധ്യായങ്ങളും തുറക്കപ്പെടാൻ ഒരു കരം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി നിൽപ്പുണ്ട്. സ്തോത്രം. പലപ്പോഴും ദൈവം നമുക്ക് തരുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു കരുതൽ, ദൈവം തരുന്ന ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവൃത്തികൾ അത് ഈ ദിവസങ്ങളിൽ കണ്ടെത്തി ദൈവം മുമ്പിൽ കർത്താവ് പറയുന്നത് കേട്ട് അനുസരിപ്പാൻ ഒരു തലമുറയെ ദൈവം കണ്ടിരിക്കുകയാണ്. സ്തോത്രം. മനുഷ്യൻ്റെ ബലത്തിലോ മനുഷ്യൻ്റെ പണത്തിലോ ആശ്രയിക്കുന്ന ദൈവപൈതലെ, അതെല്ലാം അല്പനിമിഷം കൊണ്ട് ഈ ഭൂമിയിൽ തകർന്നുടയും.
എന്നാ നോക്കൂ, 45-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയും ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ദൈവം ആരെന്നും ആർക്കാണ് ബലമുള്ളതെന്നും ഇത്യാദി കാര്യങ്ങൾ 9-ാമത്തെ വാക്യത്തിൽ വിളിച്ചു പറയുന്നു. എന്നാൽ 41-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 41-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും, നിന്നോട് വാദിക്കുന്നവർ ഇല്ലാതാകും. കണ്ടോ, ഇന്ന് പകലിൽ നിന്നോട് കോപിച്ചിരിക്കുന്ന ഒരു കാരണവുമില്ല, ഒരു കാരണവുമില്ലാതെ നിന്നോട് കോപിക്കുന്നവരോടാ ദൈവം പറയുന്നത്. ഒരു കാരണവുമില്ലാതെ നിന്നോട് പിണങ്ങിയിരിക്കുന്നവർ, ഒരു കാരണവുമില്ലാതെ നിന്നോട് അകന്നിരിക്കുന്നവർ, ഒരു കാരണവുമില്ലാതെ നിന്നെ പകയ്ക്കുന്നവർ, ഒരു കാരണവുമില്ലാതെ നിന്നെ വേദനിപ്പിക്കുന്നവർ, ഒരു കാരണവുമില്ലാതെ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നവർ, ഒരു കാരണവുമില്ലാതെ നിന്നെ അപവാദം പറയുന്നവർ, ഇവരെല്ലാം എന്ത് ചെയ്യാൻ പോകുമെന്നറിയാമോ? നശിച്ചു പോകും, നശിച്ച് ഇല്ലാതാകും. എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ കാണത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ചിലരെയൊക്കെ നമ്മൾ പിന്നെ കാണാൻ ആഗ്രഹിക്കും, പക്ഷെ അവരെ നമുക്ക് കാണാൻ പറ്റില്ല. ദൈവം അവരെ ഭൂമിയിൽ തന്നെ മാറ്റി, രാജ്യം തന്നെ മാറ്റിക്കളയും. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ നീതി വെളിപ്പെടണം. അതിന് വേണ്ടിയാ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് വിരോധമായി, അതിനെ തളർത്തിക്കളയാൻ വിരോധമായി ആര് നിന്നാലും ദൈവം അതിനെ ഉടച്ചു കളയും. ദൈവം ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് നീതി വെളിപ്പെടും. അതിൻ്റെ 10-ാം വാക്യം നോക്കിയേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കണ്ടോ, കൂടെ ഉണ്ടെന്ന് പറയാൻ ഒരേ ഒരാളേ ഉള്ളൂ, നമ്മുടെ ദൈവം. വേറെ ആരും നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല. ആമേൻ. ഒരു വ്യക്തി പോലും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കണ്ട. മോഹന വാഴ്ത്താനൊക്കെ തരും ആൾക്കാർ, ഞാൻ ഉണ്ടാകും കേട്ടോ, എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാവും കേട്ടോ. നിനക്കൊന്ന് സാമ്പത്തികമായി നീ ഒന്ന് കുറയുമ്പോൾ, നീ ഒന്ന് രോഗിയാകുമ്പോൾ, നീ ഒരു പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അപ്പോഴറിയാം ഇവരാരെങ്കിലും നിൻ്റെ കൂടെ ഉണ്ടോ എന്ന്. ആമേൻ. ഒരാവശ്യം വരുമ്പോൾ നീ വിളിച്ച് ചോദിച്ചു നോക്കിയേ, എന്തെങ്കിലും ഒരു ആവശ്യം വിളിച്ച് പറഞ്ഞു നോക്കിയേ. അപ്പോൾ പറയുന്നത് ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ല, ഞാൻ പിന്നെ വിളിക്കാം അങ്ങോട്ട്. പിന്നെ അവർ നിന്നെ വിളിക്കത്തേയില്ല. പിന്നെ നിങ്ങളുടെ ഫോൺ കണ്ടാൽ അവരെടുക്കത്തുമില്ല. ആമേൻ. അങ്ങനെയുള്ള ചില ഗ്രൂപ്പുകളുണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ഫോൺ ഒന്നിലധികം പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല എങ്കിൽ പിന്നെ വിളിക്കാതിരിക്കുക. കാരണം അവർക്ക് നിങ്ങളോട് താല്പര്യമില്ല. പക്ഷെ ദൈവം അങ്ങനെയല്ല കേട്ടോ. നീ എന്ത് പ്രശ്നത്തിൽ കൂടെ വിളിച്ചാലും അവിടെ ഇറങ്ങി വരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഓൺ ദ സ്പോട്ടിൽ അവിടെ ഇറങ്ങി വരും. ആമേൻ. ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ പറയും, അത് നിൻ്റെ കുഴപ്പമാണ്, നിൻ്റെ കുഴപ്പം കൊണ്ട് അസുഖം വന്നേ എന്ന് പറയും. കടബാധ്യത വന്നാൽ നിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ആ വീട്ടുകാർ മൊത്തം അനുഭവിച്ചതാ നന്മ, പക്ഷെ നിൻ്റെ കുഴപ്പം കൊണ്ടാണ്. കണ്ടോ, എല്ലാം ഒറ്റപ്പെടത്തലുകൾ. സ്തോത്രം. ഒറ്റപ്പെടൽ. ജീവിതത്തിൽ മാക്സിമം നമ്മുടെ ഭാരങ്ങൾ ഒരാളിനോട് പറയാതിരിക്കുക. നമ്മുടെ ഇല്ലായ്മകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും വേറൊരാളുമായി ഷെയർ ചെയ്യാതിരിക്കുക. ഈ പ്രഭാതത്തിൽ എന്തോ അങ്ങനെ തന്നെ ദൈവാത്മാ പറയുന്നു, ചെയ്യാതിരിക്കുക. അത് ചെയ്യും തോറും നമ്മൾ അവരുമായി അകന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാലും ഇവിടെ നോക്കൂ, നീ ഭയപ്പെടേണ്ട. കണ്ടോ, ആരാ ഈ കാലത്ത് പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ കൂടെ ഉണ്ടെന്ന്? ആരാ പറയുന്നത്? ഒരാളുണ്ടോ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ? അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് വരുന്നവർ കുറച്ച് കഴിയുമ്പോൾ അവർ ക്ഷീണിച്ച് പോകും.
പിന്നെ അവർ നമ്മുടെ കുറ്റം കണ്ടെത്താൻ വേണ്ടി നടക്കും, പുറകേ നടക്കും, കുറ്റം കണ്ടെത്തണം. എന്താ നമ്മുടെ ബലഹീനത, എന്താ നമ്മുടെ പോരായ്മ, അത് കണ്ടെത്തി അതിൽ കൂടെ പിടിച്ച് കയറി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അവർ നമ്മളിൽ നിന്ന് അകന്നങ്ങ് പോകും. അപ്പോൾ ശ്രദ്ധിക്കുക, അവർക്ക് നമ്മളെ മടുത്തു. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ നോക്കൂ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു. കണ്ടോ, അടുത്ത് പറയുന്നത്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. മനസ്സിലായോ? അപ്പോൾ ഈ ദൈവം തന്നെയാണ് നമ്മുടെ ബലം. വേറെ ആരെയും പ്രതീക്ഷിക്കണ്ട. ഹല്ലേലൂയ. അവർ നമ്മളെ പിന്നെയും ഫോളോ ചെയ്യും, നമ്മൾ പിടികൊടുക്കരുത്. ഹല്ലേലൂയ. പിന്നെ അവർ നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് നമ്മളെ ആവശ്യമില്ല, എങ്കിലും അവർ നമ്മളൊരു പേരിന് വേണ്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. നോക്കണ്ട, മൈൻഡ് ചെയ്യണ്ട. ആ സമയത്ത് നീ ദൈവത്തെ വിളിക്ക്. പിന്നെ അവർക്ക് വേണ്ടി അവരറിയാതെ നീ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. യെസ്, അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇവരൊന്നുമല്ലോ നമ്മൾ വിളിച്ച് കർത്താവിൽ ഇറക്കിയത്. കർത്താവിനെ അറിഞ്ഞ ശേഷം വന്ന ബന്ധങ്ങളല്ലേ ഇതെല്ലാം? ആണോ? ഈ ദൈവത്തെ അറിഞ്ഞ ശേഷം വന്ന ബന്ധങ്ങളല്ലേ ഇത്? അല്ലേ? അപ്പോൾ ഒരാളെ നമ്മളിൽ നിന്ന് ദൈവം അകന്നു പോകുമ്പോൾ അത് വേറെ ആരും അകറ്റിയതല്ല, ദൈവം അകറ്റിയതാണ്. ഈ പ്രഭാതത്തിൽ എന്തോ ദൈവം ആത്മാവ് അങ്ങനെ സംസാരിക്കുന്നു, ആരോടൊക്കെയോ അങ്ങനെ സംസാരിക്കുക. കർത്താവിനെ അറിഞ്ഞ ശേഷം വന്ന ബന്ധങ്ങളല്ലേ ഇത്? അല്ലേ? ആണോ? അല്ലേ? നിങ്ങൾ തന്നെ പറ. ഈ കേൾക്കുന്ന അഭിഷിക്തന്മാരെ നിങ്ങൾ തന്നെ പറ. നിങ്ങൾ ബൈബിൾ കോളേജിൽ പോയപ്പോൾ ഈ ബന്ധം ഉണ്ടായിരുന്നോ? ഇല്ല. നിങ്ങൾ സ്കൂളിൽ പോയപ്പോൾ ഈ ബന്ധം ഉണ്ടായിരുന്നോ? ഇല്ല. ആ ബന്ധങ്ങൾ ഇപ്പോൾ ഉണ്ടോ? അതുമില്ല. വചനം എന്താ പഠിപ്പിക്കുന്നത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ശരിയല്ലേ? ശരിയാ. കർത്താവ് യേശുവിനെ അറിഞ്ഞ ശേഷം വന്ന ബന്ധം. ആമേ. നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഒരു ആമേ പറ. ഹല്ലേലൂയ. യേശുവിനെ അറിഞ്ഞ ശേഷം, ആമേൻ, ബൈബിൾ കോളേജിൽ പോയ ശേഷം, നിങ്ങൾ കർത്താവിൽ പ്രസംഗിക്കാൻ തുടങ്ങിയ ശേഷം വന്നിട്ടുള്ള ബന്ധങ്ങളേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? യേശുവിനെ അറിഞ്ഞ ശേഷം. ഉടവൽക്കമന ജൂഡമനാരകൽക്കനാദി. ഞാൻ പറയട്ടെ, എന്നെ കണ്ടുമുട്ടിയ ശേഷം, അല്ലെങ്കിൽ എന്നെ ഒരു സുഹൃത്ത് കണ്ടുമുട്ടിയ ശേഷം വന്ന കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. ആമേൻ. ഉണ്ടാകും. അത് ആരിൽ കൂടെ വന്നതാ? എന്നിൽ കൂടെ വന്ന ബന്ധങ്ങളാണ്. എന്നിൽ കൂടെ ആ സുഹൃത്തിനൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ, എന്നെ പിണക്കിയാൽ, അല്ലെങ്കിൽ ആ സുഹൃത്തിനെ പിണക്കിയാൽ ഞാൻ മിണ്ടാതിരിക്കുമോ? ഞാൻ ഒരിക്കലും മിണ്ടാതിരിക്കില്ല, ഞാൻ പ്രതികരിക്കും. അങ്ങനെയെങ്കിൽ യേശുവിൽ കൂടെ വന്ന ബന്ധങ്ങളാണ് നമ്മൾ ഉള്ളതെങ്കിൽ, അവ നമ്മെ വിട്ട് പോയെങ്കിൽ പേടിക്കണ്ട, ആ ബന്ധങ്ങളൊക്കെ ദൈവം തുടച്ചു മാറ്റിയതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്. കണ്ടോ? അപ്പം എനിക്ക് എൻ്റെ സുഹൃത്തിനെ വേറൊരാൾ വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായിരിക്കട്ടെ. ഉടായിപ്പിക്കൂടെയുള്ള ഫോൺ വിളിയൊന്നും വേണ്ടെന്നേ, വിട്ടേക്ക്. നിർമ്മലമായ ഒരു ഹൃദയം, പാട്ടും കാര്യമില്ല. നിർമ്മലമായ ഒരു ഹൃദയത്തോടെ ഒരാളിനോട് രണ്ടുപേരും സംസാരിക്കുമ്പോൾ അറിയാം ആ വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുടെ ആ സാന്നിധ്യം ഉണ്ടല്ലോ, സാന്നിധ്യം എല്ലാം ഒരു വാക്കിലടങ്ങുമെല്ലാം. കേട്ടോ? ഒറ്റ വാക്കിൽ. സുഖമാണോ ബ്രദർ? സുഖമാണോ സിസ്റ്ററെ? സുഖമാണോ അഭിഷത്തനെ? ഒറ്റ വാക്ക്.
ആ വാക്കിൽ സകലതും അടങ്ങിയിരിക്കും. എല്ലാ മെഡിസിനും ആ വാക്കിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാണ് മനുഷ്യൻ എന്ന് ഇവിടെ പറയുന്നത്. 45 അധ്യായത്തിൽ 24 വാക്യം പറയുന്നത്, യഹോവയിൽ മാത്രം നീതിയും ബലവുമുണ്ട് എന്ന് ഒരുത്തൻ പറഞ്ഞതുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെല്ലും. അവനോട് കോപിക്കുന്നവരെ ഒക്കെയും എന്ത് ചെയ്യും? ലജ്ജിച്ചു പോകും. കണ്ടോ? ആമേൻ. അവനോട് കോപിക്കുന്നവരൊക്കെയും എന്ത് ചെയ്യും? ലജ്ജിച്ചു പോകും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവജനത്തെ അനുഗ്രഹിക്കണം, അത്ഭുതം ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ.